വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കുരങ്ങൻ വീഴുന്നു. അത് അവിടെ കിടന്ന് ചാവുകയേ ഉള്ളൂ എന്ന് പക്ഷേ പനമരത്തെ നാട്ടുകാർ കരുതിയില്ല കേട്ടോ. അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം അങ്ങ് നടത്തി. ഷാജുവും ജാഫറും നൽകിയ CPRൽ കുരങ്ങന് ജീവൻ തിരിച്ചു കിട്ടി. ടൈമിലാണ് പിടിച്ചത്. റെഡി ഉണ്ടോ? എങ്ങോട്ടിലെത്തുണ്ടോ? M. കമൽ ചേരുന്നുണ്ട് തത്സമയം. മൃഗങ്ങൾക്ക് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അവ ജീവനറ്റ് അവിടെ കിടക്കുന്നത് വരെ നാട്ടുകാർ നോക്കി നിൽക്കും, അവർ കാണികളായി നിൽക്കും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. അതൊരു കുരങ്ങനാണെങ്കിലും അതിൻ്റെ ജീവനും ഒരു വിലയുണ്ട് എന്ന് മനസ്സിലാക്കി അവർ കൃത്യമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ട ആളുകൾ? ഹിമ, മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അതായത് കുരങ്ങ് ശല്യം, വന്യജീവികളിൽ തന്നെ കുരങ്ങുകൾ വയനാട്ടിൽ നാട്ടിൻപുറങ്ങളിലല്ല നഗരങ്ങളിൽ, ജില്ലാസ്ഥലമായ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി നഗരങ്ങളിലൊക്കെ കുരങ്ങുകൾ വലിയ പ്രശ്നങ്ങളാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ഒരു കുരങ്ങിൻ്റെ ജീവൻ രക്ഷിക്കാൻ രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ഈ സംഭവമുണ്ടായ പനമരത്തെ കുരങ്ങുകളുടെ സാന്നിധ്യം അത്ര സാധാരണമല്ല. പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും ടൗണിലേക്ക് അങ്ങനെ വരാറില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ് ഒരു കുരങ്ങ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് താഴത്ത് വീഴുന്നത്. പരക്കുനി സ്വദേശിയായ ജാഫറാണ് ആ വഴിക്ക് ആദ്യം വരുന്നത്. മറ്റാരും അതിനടുത്തേക്ക് പോയിരുന്നില്ല. ജാഫർ ഈ കാഴ്ച കണ്ട ഉടൻ മുന്നോട്ട് പോയി കുരങ്ങിന് CPR കൊടുക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് രാജു എന്ന ആൾ കൂടി ജാഫറിന് ഒപ്പം ചേർന്നു. രണ്ടുപേരും CPR നൽകിയതോടുകൂടി കുരങ്ങ് അപകടനില തരണം ചെയ്തു. അല്പസമയത്തിനകം അത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. വളരെ സ്തുത്യർഹമായ ഒരു പ്രവൃത്തിയാണ് ഈ രണ്ടുപേരിൽ നിന്നും ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരങ്ങന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ജനമുള്ള ഒരു നാട്ടിലാണ് ഒരു കുരങ്ങിൻ്റെ ജീവൻ അപകടത്തിലായപ്പോൾ അതിനെ രക്ഷിക്കാൻ രണ്ട് മനുഷ്യർ തന്നെ എത്തിയത് എന്നതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായി മാറിയത്.